സൂര്യപ്രകാശം മനുഷ്യ ശരീരത്തിന് പ്രകൃതിദത്തമായ ഔഷധം തന്നെയാണ്. അമിതമായാലും അതുപോലെ തന്നെ ഒട്ടും ലഭിക്കാതെ ആയാലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സൂര്യപ്രകാശം കാരണമായേക്കാം. ശരീരത്തിന് വളരെ അത്യാവശ്യമായ വിറ്റാമിൻ ഡി പ്രധാനമായും ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ്. അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് വളരെ അത്യാവശ്യമാണ്. ശൈത്യകാലത്ത് സൂര്യപ്രകാശം ലഭിക്കാനുള്ള സാധ്യതകൾ കുറയുന്നത് കൊണ്ട് ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ അളവ് കുറയാറുണ്ട്. എന്നാൽ ചില ഭക്ഷണക്രമങ്ങളിലൂടെ വിറ്റാമിൻ ഡിയുടെ അഭാവം കുറയ്ക്കാനും അസ്ഥികളെ ആരോഗ്യകരമായി നിലനിർത്താനും കഴിയും. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് എന്നറിയാം. കൊഴുപ്പ് കൂടുതലുള്ള മത്സ്യങ്ങളിൽ വിറ്റാമിൻ ഡി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ആഴ്ചയിൽ 2-3 തവണ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ശക്തിയും പേശികളുടെ ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കുന്നു. കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ നിന്നുമുള്ള വിറ്റാമിൻ ഡി ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നവയാണ്. ഇവ സന്ധിവാതമുള്ളവർക്കും പ്രായമാകുന്നത് കൊണ്ടുള്ള സന്ധിവേദനകൾ ഉള്ളവർക്കും ഏറെ ഗുണകരമാണ്. വിറ്റാമിൻ ഡി ലഭിക്കാനുള്ള എളുപ്പമുള്ള ഒരു വഴിയാണ് മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നത്. പലരും അവഗണിക്കുന്ന ഒന്നാണ് ഇതെങ്കിലും ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പ് ഇതിൽ നിന്നും ലഭിക്കും. ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ മുട്ട നല്ലൊരു മാർഗമാണ്. ശരിയായ അളവിൽ കഴിക്കുമ്പോൾ എല്ലുകളുടെയും പേശിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പാൽ, തൈര് തുടങ്ങിയ ഭക്ഷണങ്ങളിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. സൂര്യപ്രകാശത്തിൽ ഉണക്കിയ കൂണുകൾ കറികളിലും സൂപ്പുകളിലും ഉപയോഗിക്കാം. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഇത് വളരെ അനുയോജ്യമായ ഒരു ഭക്ഷണമാണ്. ഓറഞ്ച് ജ്യൂസിൽ വിറ്റാമിൻ ഡി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ വിറ്റാമിൻ സി, പൊട്ടാസ്യം തുടങ്ങിയവയാലും സമ്പന്നമാണ് ഓറഞ്ച് ജ്യൂസ്. അതിനാൽ ഓറഞ്ച് ജ്യൂസ് ദിവസേന കുടിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ഈ വക ഭക്ഷണങ്ങൾ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഒരു പരിധിവരെ വിറ്റാമിൻ ഡിയുടെ അഭാവത്തെ തടയാൻ കഴിയും. വെയിലുള്ളപ്പോൾ കഴിവതും രാവിലത്തെ ഇളം വെയിൽ കൊള്ളാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 9 മണിക്ക് മുൻപുള്ള വെയിൽ കൊള്ളുന്നതാണ് കൂടുതൽ ഉത്തമം. ശൈത്യകാലത്ത് സ്ഥിരമായി വരുന്ന സന്ധിവേദന, ക്ഷീണം, ഇടയ്ക്കിടെയുള്ള അണുബാധ എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇവ നിസ്സാരമായി കാണരുത്. ശരിയായ വൈദ്യ പരിശോധനയും മികച്ച ഭക്ഷണക്രമവും ആവശ്യമായ മരുന്നുകളും സ്വീകരിച്ചാൽ സന്ധിവാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സാധിക്കും. വിറ്റാമിൻ ഡിയുടെ കുറവ് എല്ലുകളുടെ ആരോഗ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. പ്രതിരോധശേഷി, ശരീരത്തിന്റെ ആകെയുള്ള ആരോഗ്യനില എന്നിവയെയും ഇത് ബാധിക്കുന്നു. സൂര്യപ്രകാശം കുറയുന്ന സമയത്ത് ശരിയായ ഭക്ഷണം കഴിക്കുക എന്നത് തന്നെയാണ് ആരോഗ്യം നിലനിർത്താനുള്ള മികച്ച മാർഗം.